ചരിത്രപരമായി നോക്കിയാൽ ഫാസിസത്തിനെ ഒരിക്കലും സ്നേഹിച്ച് ഫാസിസത്തിനോട് സഹകരിച്ച് തോൽപ്പിക്കാനാവില്ല. മറിച്ച് ഫാസിസത്തിനെ ആശയം കൊണ്ട്, ആയുധം നമുക്ക് പറ്റില്ലല്ലോ, ആശയം കൊണ്ട് നേരിട്ട് മാത്രമേ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിമോളർ എന്നാണ്. അപ്പോൾ നിമോളർ ആദ്യകാലത്തെല്ലാം ഹിറ്റ്ലർ കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ അനുഭവിക്കുന്ന തന്നെ ഹിറ്റ്ലർ ആദ്യമൊക്കെ ക്രിസ്ത്യാനികളോട് വളരെ സൗമ്യമായിട്ടാണ് പെരുമാറിയത്. അവർക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ നിമോളർ വിചാരിച്ചു ഇദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേട്ടയാടപ്പെട്ടപ്പോൾ നിമോളർ ഹിറ്റ്ലറിൻ്റെ കൂടെ നിന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നിമോളറിനെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. നിമോളർ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു കേട്ടോ, അവിടെ കൊല ചെയ്യപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അദ്ദേഹത്തെ കോട്ട് ചെയ്യാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവാചകനും പ്രഭാഷകനുമായി മാറുകയാണ് ചെയ്തത്.